36 വയസ്സുകാരനുള്ള ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. 36 വയസ്സുകാരനാ. അദ്ദേഹത്തിന് ന്യൂമോണിയൊക്കെ കൂടി ലെൻസൊക്കെ ചുരുങ്ങിയിട്ട് അവസാനം അദ്ദേഹം ഐസിയുവിനകത്ത് കിടക്കുകയാണ്. ഡോക്ടർ പരിശോധിക്കാൻ വന്നപ്പോൾ ഉസ്താദ് ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നുണ്ട്. പരിശോധനയൊക്കെ നടത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ അറിയിക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഉസ്താദ് അത് കേട്ടടോ. ഡോക്ടർ അങ്ങനെ പറയുന്നത് ഉസ്താദ് കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവര്, ഡോക്ടർ പറഞ്ഞിട്ടങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് ഓടി വരുന്നുണ്ട്. ഡോക്ടറെ ആ ഉസ്താദ് കിടന്ന് കരയുന്നു. എത്ര പറഞ്ഞിട്ടും കരച്ചിൽ നിർത്തണില്ല. അടുത്ത് കിടക്കുന്ന രോഗികൾക്കെല്ലാം പ്രശ്നമാണ്. ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വരാൻ. ചെറുപ്പക്കാരൻ ഉസ്താദിൻ്റെ അടുക്കലേക്ക് ഡോക്ടർ ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞങ്ങൾ ഏറ്റവും നല്ല മെഡിസിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ രക്ഷപ്പെടാൻ. നിങ്ങളിവിടെ കിടന്ന് കരയരുത്. ഈ അടുത്ത് കിടക്കുന്നത് മുഴുവനും രോഗികളാണ്, അവർക്ക് പ്രശ്നമാണ്. ഇത് ഐശ്വര്യാണ്, നിങ്ങൾ കരയാൻ പാടില്ല. നിങ്ങൾ മതം പഠിച്ച ഒരാളാ. ഞങ്ങളും പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്ക്. ഉസ്താദ് പിന്നെയും കരയുക. ഉസ്താദിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഡോക്ടർക്ക് ദേഷ്യം വന്നു. ഡോക്ടർ ചോദിച്ചു, മരിക്കൂന്ന് പിടിച്ചിട്ട് കരയുകയാണോ? നിങ്ങൾ മരിക്കുമെന്ന് ഭയന്നിട്ട് കരയുകയാണോ? ഉസ്താദ് പറഞ്ഞു, അല്ല, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കും. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയും പിരിയുന്നതിലുള്ള സങ്കടമാണോ? കുടുംബത്തെ ഓർത്തിട്ടാണ്. അദ്ദേഹത്തിന് 10 വയസ്സിൻ്റെ താഴെ പ്രായമുള്ള 2 മക്കളുണ്ട്. നിങ്ങളുടെ ഭാര്യയും മക്കളെയും നിങ്ങൾ ഓർത്തിട്ടാണെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. എങ്കിലും പറഞ്ഞു നേഴ്സിനോട്, ഒന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്ക്, കരയരുത്. അപ്പോഴും ഉസ്താദ് പറഞ്ഞു, അല്ല. ഡോക്ടർക്ക് അത്ഭുതമായി. നിങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല. നിങ്ങളുടെ കുടുംബത്തെ പിരിയുന്നതിൽ നിങ്ങൾക്ക് സങ്കടമില്ല. പിന്നെന്തിനാ നിങ്ങൾ കരയുന്നേ? ആ 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ, ഞാൻ എങ്ങനെ പോകും? ഞാൻ അള്ളാഹുടെ മുമ്പിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ എന്തും കൊണ്ടുപോകും? എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. വാപ്പാ, ഇന്ന് രാത്രി തിരിച്ചു പോകുന്ന വഴിയിൽ അസ്രായിൽ വന്നിട്ട് പറയുന്നു, വാ പോകാം, എന്തുണ്ട് നിൻ്റെ കയ്യിൽ? നീ ചിന്തിച്ചിട്ടുണ്ടോ?